ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയായി. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പൊങ്കാല അർപ്പിച്ചത്. ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ ആരംഭിച്ച ചടങ്ങുകൾ നിവേദ്യം അർപ്പിച്ചതോടെ പൂർത്തിയായി. പൊങ്കാല സമർപ്പണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ സർക്കാരും തിരുവനന്തപുരം നഗരസഭയും നഗര ശുചീകരണത്തിനായുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. വിവരങ്ങൾ ഷീജ നൽകും. ഷീജ, ഇപ്പോൾ പൊങ്കാല നിവേദ്യവുമായി വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങി. അതോടൊപ്പം തന്നെ നഗരസഭ ശുചീകരണത്തിനായുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ബിനു, ഏതായാലും ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി എല്ലാവരും തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത്. ആ ആറ്റുകാൽ പൊങ്കാലയാണ് ഇപ്പോൾ വലിയ വിജയമായി മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വിവിധ വകുപ്പുകളുടെ ഏകോപനം തന്നെയാണ് ഇത്തരത്തിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ പോലും, കാരണം അതികഠിനമായ ചൂട്, അതിനെ പോലും അതിജീവിച്ചുകൊണ്ട് ഭക്തർക്ക് സൗകര്യപ്രദമായ രീതിയിൽ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിയത്. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും പോലീസിന്റെയും അതിനൊപ്പം തന്നെ തദ്ദേശ വകുപ്പിന്റെയും കൂടാതെ ആരോഗ്യ വകുപ്പിന്റെയും പ്രവർത്തനം തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ടത്. ഇന്ന് രാവിലെ 10:40 കൂടിയാണ് ക്ഷേത്ര മുറ്റത്തുള്ള പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നത്. ഈ സമയം തന്നെ ലക്ഷോപലക്ഷം ഭക്തരുടെ അടുപ്പുകളിലേക്കും തീ പകർന്നിരുന്നു. തുടർന്ന് ഉള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരം അത് ഒരു യാഗശാലയായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ആറ്റുകാലമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പല പല വിഭവങ്ങൾ തയ്യാറാക്കി. അതിനുശേഷം പിന്നീട് പൊങ്കാല നിവേദ്യത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. കൃത്യം 2:25 ആ പൊങ്കാല നിവേദ്യം തെളിച്ചു. ഇതേ സമയത്ത് തന്നെ ഈ അടുപ്പുകളിലേക്കും ഭക്തരുടെ അടുപ്പുകളിലേക്കും പൊങ്കാല നിവേദ്യം തളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരുന്നു. ഏകദേശം 350ഓളം വരുന്ന ശാന്തിമാരെ ആണ് ഇതിനായി നിയോഗിച്ചിരുന്നത്. ആ രീതിയിൽ പൊങ്കാല നിവേദ്യം തെളിച്ചതോടുകൂടി ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല അത് പൂർത്തിയായിരിക്കുകയാണ്. പൊങ്കാല നിവേദ്യത്തിന്റെ ഒരു ആത്മസംതൃപ്തിയിലാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഭക്തർ മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് KSRTC അധിക സർവീസും ഇതിനായി നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളാണുള്ളത്. അതിൽ ഒന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിന് പരിസരമാണ്, മറ്റൊന്ന് കിഴക്കേക്കോട്ടയും, കൂടാതെ തമ്പാനൂരിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള KSRTCയുടെ കൂടുതൽ സർവീസുകളുണ്ട്. ഭക്തർക്ക് തിരികെ മടങ്ങി പോകുവാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് ഇവിടെ നിന്നും മടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്നെടുത്ത് പറയേണ്ടത് നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനമാണ്. എപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നിവേദ്യം തെളിച്ചോ അതിന് തൊട്ടു പിന്നാലെ ശുചീകരണ പ്രവർത്തനങ്ങളും മേയറുടെ നേതൃത്വത്തിൽ തന്നെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിമിഷങ്ങൾക്കകം തന്നെ ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ശുചിയാകുന്ന ദൃശ്യങ്ങളും നമ്മൾ നേരത്തെ തന്നെ അതിന് സമാനമായ രീതിയിൽ നഗരത്തിലുടനീളം എവിടെയൊക്കെ പൊങ്കാലയുണ്ടായിരുന്നോ, പൊങ്കാലയ്ക്ക് ജനങ്ങൾ ഒത്തുവരുന്നോ അവിടങ്ങളിലെല്ലാം ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൃത്യമായ രീതിയിൽ ഒരു വലിയ താമസമില്ലാതെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നഗരസഭയും അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മറ്റൊരു ആറ്റുകാൽ പൊങ്കാല കൂടി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഷീജ, അതോടൊപ്പം തന്നെ ക്ഷേത്ര പരിസരത്ത് ദർശനത്തിനായുള്ള തിരക്ക് കൂടുതലാണോ? അതിന്റെ ക്രമീകരണങ്ങൾ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി എത്തുന്നവർ രാവിലെ മുതൽ തന്നെ അതിന്റെ ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും പൊങ്കാല ഇടുന്നതിന് മുൻപായി ക്ഷേത്ര ദർശനം നടത്തുന്നവർ അതിൽ വലിയ തോതിലുള്ള ഒരു തിരക്ക് തന്നെയാണ്. കാരണം ഒരു അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 9:30 കൂടി ക്ഷേത്ര ദർശനം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർത്തിവെച്ചത്. അതിനുശേഷം പൊങ്കാല അടുപ്പിൽ തീ പകർന്നതിന് ശേഷം വീണ്ടും ക്ഷേത്ര ദർശനം തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം പൊങ്കാല നിവേദ്യം തെളിച്ചായി താൽക്കാലികമായി ക്ഷേത്ര ദർശനം നിർത്തിവെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇപ്പോഴും രീതിയിലുള്ളൊരു തിരക്ക് തന്നെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ പൊങ്കാലയൊക്കെ അർപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം ഒന്നുകൂടി ഒരു ദർശനം നടത്തി മടങ്ങുക എന്നുള്ളതാണ് പലരുടെയും ആഗ്രഹം. അതിന്റെ ഭാഗമായി കൂടിയാണ് സന്തോഷകരമായ രീതിയിൽ പൊങ്കാല അർപ്പിക്കാൻ സാധിച്ചതിന്റെ ഒരു സന്തോഷത്തോടെ ക്ഷേത്ര ദർശനത്തിന് ഭൂരിഭാഗം പേരും എത്തിയിട്ടുള്ളത്. അവർക്ക് കൃത്യമായ രീതിയിൽ ഇപ്പോൾ
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ വേണ്ട ക്രമീകരണങ്ങൾ ക്ഷേത്ര ട്രസ്റ്റും അതോടൊപ്പം തന്നെ പോലീസും അതിനു വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ശരി, ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയായി. ലക്ഷക്കണക്കിന് വിശ്വാസികൾ പൊങ്കാല അർപ്പിച്ചു. ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നിവേദ്യം അർപ്പിച്ചതോടെ ചടങ്ങുകൾ പൂർത്തിയായി. പൊങ്കാല സമർപ്പണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ സർക്കാരും തിരുവനന്തപുരം നഗരസഭയും നഗര ശുചീകരണത്തിനായുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വിവരങ്ങളാണ് ഷീജ നൽകിയത്.